ഇന്നത്തെ വീഡിയോയിൽ ഒരു സീലിംഗ് ഫാനിൻ്റെ അടിഭാഗത്തുള്ള കവറിനുള്ളിലെ ബിയറിംഗ് എങ്ങനെ ഇളക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായി വേണ്ടത് കുറച്ച് മെഴുക്, ഒരു തേയ്മാനം സംഭവിച്ച സീലിംഗ് ഫാനിൻ്റെ ഷാഫ്റ്റ് നാം ഇളക്കാൻ ഉദ്ദേശിക്കുന്ന ബിയറിങ്ങിൻ്റെ അതേ സൈസിലുള്ളതായിരിക്കണം, തേയ്മാനം സംഭവിച്ചതുമായിരിക്കണം. തേയ്മാനം സംഭവിക്കാത്ത ഷാഫ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രസ് ചെയ്യുകയോ ചുറ്റിക ഉപയോഗിച്ച് അടിക്കുകയോ ചെയ്യുമ്പോൾ ബെയറിങ്ങിനുള്ളിൽ ടൈറ്റാകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് തേയ്മാനം സംഭവിച്ച ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. മെഴുക് ഈ ബിയറിങ്ങിനുള്ളിൽ നിറച്ചതിന് ശേഷം ഷാഫ്റ്റ് ഉപയോഗിച്ച് ഉള്ളിലേക്ക് അമർത്തുന്നു. അത് പ്രസ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസ് ചെയ്യുകയോ ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് ഇറക്കുകയോ ചെയ്താൽ മതിയാകും. ഈ മെഴുക് ബിയറിങ്ങിനുള്ളിൽ തിങ്ങി ഞെരുങ്ങുന്നതിൻ്റെ ഫലമായി ബിയറിംഗ് പതിയെ മുകളിലേക്ക് ഉയർന്ന് ഇളകി വരുന്നതായി കാണാം. ഈ പ്ലേറ്റിൻ്റെ അടിഭാഗത്ത് ഹോളുള്ള പ്ലേറ്റ് ആണെങ്കിൽ ഈ രീതിയിൽ ബിയറിംഗ് ഇളക്കിയെടുക്കാൻ കഴിയില്ല. ഹോളില്ലാത്ത ടൈപ്പ് പ്ലേറ്റുകളിൽ നിന്ന് മാത്രമേ ഇപ്രകാരം ബിയറിംഗ് ഇളക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ഒരു ഹാൻഡ് പ്രസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് പകരം ചുറ്റിക ഉപയോഗിച്ച് അടിച്ച് ഇറക്കിയും ബെയറിംഗ് ഇളക്കാവുന്നതാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.